मधुरापुरी सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण चरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण कृष्ण मधुसूदना मुष्टिकासुरचाणूरमल्ल मल्लविशारद मधुसूदना मुष्टिकासुरचाणूरमल्ल मल्लविशारद कुवलयपीठ मर्दन कलिङ्गनर्तन गोकुलरक्षण सकल सुलक्षण देवा मर्दन कलिङ्गनर्तन गोकुलरक्षण सकल सुलक्षण देवा शिष्ट जनपाल संकल्प कल्प कल्प शतकोटि असमपराभव शिष्ट जनपाल संकल्प कल्प कल्प शतकोटि असमपराभव वीर मुनि जन विहार रामाय रामभद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते ഓം ശ്രീ മഹാഗണപതി നമഃ ശ്രീ ഗുരുഭ്യോ നമഃ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ എത്താൻ സാധിച്ചത്. വിവേകാനന്ദ ഗ്രാമസേവാ സമിതി സംഘടിപ്പിക്കുന്ന കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചക്കാലം ഇവിടെ ഭജനയും ഔഷധക്കഞ്ഞി വിതരണവും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് കുട്ടികൾ, ഒരുപാട് മഹാത്മാക്കളൊക്കെ ഈ ദേശത്തുണ്ട് എന്നറിയാം. അവരെയൊക്കെ നമസ്കരിക്കണം. ഒപ്പം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ രാമായണത്തിൻ്റെ പ്രാധാന്യം വിശേഷിച്ച് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്തു തന്ന ആചാര്യസ്ഥാനത്തുള്ള അദ്ദേഹത്തെ നമസ്കരിക്കണം. രാമായണം എന്ന് വിളിക്കപ്പെടുന്ന ഈ മഹത്തായിട്ടുള്ള ഗ്രന്ഥം ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നങ്ങളിൽ ഒന്നാണ്. ഇതിഹാസങ്ങളുടെ നാടുകൂടിയാണ് ഭാരതം. ഭാരതത്തിൻ്റെ ഇതിഹാസ പാരമ്പര്യത്തിൽ ആദികാവ്യം എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം. ആ രാമായണം എന്തുകൊണ്ട് മലയാളികൾക്ക് ഈ കർക്കിടക മാസത്തിൽ, ഈ കർക്കിടകമാണോ കർക്കടകമാണോ ഏതാ ശരി? കർക്കിടകം കർക്കടകം കർക്കം ശ്വേതവർണം ഡലേതി ഇതി കർക്കടകം എന്നാണ് ശ്ലോകം നിരുക്തിയിൽ. കർക്കടകം ആണ്, കർക്കിടകം അല്ല. അതിൻ്റെ അർത്ഥം വെളുത്ത നിറത്തോടു കൂടിയതിനെ അല്ലെങ്കിൽ പ്രകാശമുള്ളതിനെ മങ്ങിയ നിറത്തിലേക്ക് മാറ്റുന്നത് എന്നതിനർത്ഥമുണ്ട്. ഞണ്ട് എന്നും അതിനർത്ഥമുണ്ട്. നിങ്ങൾ രാശിചക്രം നോക്കുകയാണെങ്കിൽ കർക്കിടകത്തിൻ്റെ രാശിചക്രത്തിലെ സ്ഥാനത്തിൽ ഞണ്ടിനെയാണ് കാണാൻ സാധിക്കുക. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന അർത്ഥം പ്രകാശം കുറയ്ക്കുന്നത് എന്നാണ്. എന്തോ ഒരു ചുതി ഉണ്ടാവുന്ന കാലഘട്ടം, പൊതുവിൽ എന്തൊക്കെയോ കുറയുന്ന കാലഘട്ടം. ഇവിടെ വർദ്ധിച്ചു നിൽക്കുന്നൊരു സാധനമുണ്ട് ഈ സമയത്ത്, അത് മഴയാണ്. ഇപ്പം അതില്ലാന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ പറയാറില്ല, എന്നാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഗംഭീര മഴയായിരുന്നു. കൂടുതലാ ഇവിടെയും പെയ്യാതിരിക്കട്ടെ കഴിയണത് വരെ. അപ്പം മഴ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അക്കാലത്തൊക്കെ, പ്രത്യേകിച്ച് ഈ കാലത്തെ വിളിച്ചിരുന്നത് കള്ളക്കർക്കടകം എന്നും പഞ്ഞക്കർക്കടകം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഉണ്ണാൻ പോലും ഭക്ഷണം തീരെ കുറവുള്ളൊരു കാലമാണ്. ചിങ്ങാവണം എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ. ഭക്ഷണം കുറവ്, പണിയില്ലാത്ത സമയം, വീടിനകത്ത് അടച്ചിരിക്കേണ്ട കാലം. കാരണം മഴയാണ്, പുറത്തിറങ്ങി ഒന്നും ചെയ്യാനില്ല. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഓരോ നല്ല നല്ല ചിന്തയാണല്ലോ മനസ്സിലേക്ക് വരിക, അല്ലേ?
വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് വരിക ഏറ്റവും മോശം ചിന്തകളാണ്. ഇംഗ്ലീഷുകാരൊക്കെ പിന്നെ അത് പറഞ്ഞത്, ആൻ ഐഡിയൽ മൈൻഡ് ഈസ് ഡബിൾസ് വർക്ക്ഷോപ്പ്. അലസമായിട്ടുള്ള മനസ്സിൽ സാത്താൻ കുടിയിരിക്കുന്നു എന്ന് ഭാരതീയർ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ടേ. ഇംഗ്ലീഷുകാരൊക്കെ പിന്നീടാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ദുർചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ രാമായണം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തത് വഴി മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു ഈ കാലഘട്ടത്തെ രാമായണ മാസമാക്കി മാറ്റാൻ മഹാത്മാക്കൾ പ്രയത്നിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രാമായണ മാസം എന്ന പേരിൽ കർക്കടക ആചരണം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് അങ്ങനെ ഏതൊക്കെയോ മഹാത്മാക്കളെ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഇന്നൊരു രാമായണ മാസം കിട്ടി. അതിന് അവരോട് കടപ്പെടുക. ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മളതൊന്നും പുറത്തെടുക്കാതെ ഉപയോഗിക്കുന്നൊരു സമൂഹമായിട്ട് മാറിയാണ്. മറ്റ് സഹോദര മതങ്ങളെ അപേക്ഷിച്ച് ഹിന്ദു ധർമ്മത്തിലുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പോരായ്മ നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സില്ല, ഒന്നാമത്. രണ്ടാമത്, പഠിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കാനും നമുക്ക് പൊതുവെ മനസ്സ് കുറവാണ്. അത് വലിയൊരു പ്രയാസമാണ് ഈ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ധർമ്മത്തെ മനസ്സിലാക്കി വളരുന്ന തലമുറയാണ് ഭാവിയിൽ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുകയും അതുവഴി ഈ ഭാരതത്തിൻ്റെ പരമവൈഭവമായിട്ടുള്ള ശക്തിയിലേക്ക് ഈ ഭാരതത്തെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിന്നൊരു രാമായണ മാസം കിട്ടി എന്നുള്ളതിനെ നന്ദിയോടുകൂടി സ്മരിക്കുക. അതിനു മുമ്പും രാമായണമായിട്ടുള്ള പാരമ്പര്യമൊക്കെ ഉണ്ട് മലയാളിക്ക്. എൻ്റെ ഓർമ്മയിലൊക്കെ ഞാൻ രാമായണ മാസത്തെ കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള രാമായണ പാരായണമൊക്കെ ഇപ്പോൾ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. അതിനു മുമ്പ് കുട്ടിയായിരിക്കുന്ന എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്, നാട്ടിൽ എൻ്റെ വീട് ഇവിടുന്ന് വലിയ ദൂരമില്ല, ഒരു 70 കിലോമീറ്റർ അപ്പുറത്ത് മണ്ണാർക്കാട് എന്ന് പറയും, പാലക്കാട് ജില്ലയാണ്, മലപ്പുറം ജില്ലയോട് അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഭുവനേശ്വരി പൂജ അല്ലെങ്കിൽ തറവാട്ടിൽ പൂജ ഉണ്ടാവും എല്ലാ വർഷവും. കാരണവന്മാർക്ക് കൊടുക്കുക, വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയും നമ്മൾ ആ ഭാഗത്ത്. ദേവിയാണ് രാവിലെ പൂജിക്കുക, വൈകിട്ട് പിതൃക്കളെ പൂജിക്കും. അപ്പം ഭുവനേശ്വരിയെ പൂജിച്ചു കഴിഞ്ഞാൽ, പീഠത്തിൽ ആരാധന കഴിഞ്ഞാൽ ദേവി പൂജ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് രാമായണമായിരുന്നു. പൂജ ചെയ്തിട്ടുള്ള ആചാര്യൻ രാമായണം ഗ്രന്ഥം എടുത്തിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് തുറക്കും. അപ്പം ഏത് ഭാഗമാണോ വരണത് ആ ഭാഗത്തെ ഫലം നോക്കിയിട്ട് പൂജ സ്വീകരിക്കപ്പെട്ടോ, ഇനിയുള്ള കാലം എങ്ങനെയാവും എന്ന് പ്രവചിക്കും. അതിന് രാമായണം പണ്ടേ ഉപയോഗിച്ചത്. അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് രാമായണത്തെ നമ്മൾ ആശ്രയിച്ചത്. ഭാഗവതവും രാമായണമൊക്കെ പിന്നീട് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെട്ടത് മരണ വീടുകളിലായിരുന്നു. അവിടെയും രാമായണം പാരായണം ചെയ്യപ്പെട്ടു. ഇന്ന് രാമായണ മാസം എന്ന് വിളിക്കപ്പെടുന്ന കർക്കിടക മാസം നമുക്കുണ്ട്. രാമായണ മാസം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രശസ്തി കൂടുതൽ. ഈ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു സമയം കേരളത്തിലെ ഭാരതീയ ധർമ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വേണം എന്നുള്ള ചിന്ത അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ മഹാത്മാക്കൾക്ക് ഉണ്ടായി എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും രാമായണ മാസം കാണാൻ സാധിക്കില്ല. നോർത്തിലില്ല, ദക്ഷിണേന്ത്യയിൽ എവിടെയില്ല രാമായണ മാസം. നമുക്ക് മാത്രമുള്ളതാണ് രാമായണ മാസം, മലയാളിക്ക് മാത്രം കർക്കിടകം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാലത്തും രാമായണത്തിന് പ്രാധാന്യമുണ്ട്, നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഉത്തരേന്ത്യയിൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ പോലും രാമചരിതമാനസോ ഹനുമാൻ ചാലിസയോ ഒന്നും ചൊല്ലാത്ത ഒരു വീട് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഭാരതീയ ധർമ്മത്തിൽപ്പെട്ട ആൾക്കാരുടെ. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ തിരുപ്പതി ആണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കമ്പരാമായണത്തിൻ്റെയൊക്കെ വരികളും തിരുവള്ളൂരുടെയൊക്കെ രാമായണ പാഠങ്ങളൊന്നും പാടാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു പാരമ്പര്യം എവിടെയോ വെച്ച് കൈമോശം ചെയ്യപ്പെട്ടു പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു മാസമായിട്ട് ഇതിനെ ആചരിക്കേണ്ട അവസ്ഥ വന്നത്. അത് എത്രയോ മഹാത്മാക്കൾ പ്രയത്നിച്ചിട്ടാണ്. എപ്പോഴും എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് നടന്നിരുന്ന ഒരു രീതി നമ്മുടെ ദേശത്ത് ഇല്ല എന്ന് മഹാത്മാക്കൾ മനസ്സിലാക്കുകയും അത് വേണം എന്നുള്ള അവരുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമുക്ക് രാമായണ മാസം കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് നാടൊട്ടുക്ക് രാമായണ പാരായണങ്ങൾ നടക്കുന്നു, രാമായണ പ്രഭാഷണങ്ങൾ നടക്കുന്നു, ഔഷധ കഞ്ഞി വിതരണം നടക്കുന്നു, നാലമ്പല തീർത്ഥാടനം നടക്കുന്നു, രാമായണം ക്യൂസ് നടക്കുന്നു. ഇങ്ങനെ ഈ മാസം മുഴുവൻ രാമായണവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ രാമായണം എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ള ഗ്രന്ഥം ഈ ഒരു മാസത്തിൽ മാത്രം കയ്യിലെടുക്കേണ്ടതാണോ എന്നുള്ള ചോദ്യം രണ്ടാമതാണ്. നമ്മുടെ പൈതൃകത്തിൽ നമ്മൾ എപ്പോഴും അഭിമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ജനിച്ച മണ്ണിൽ
ഈ ദേശത്ത്, ഇവിടുത്തെ തട്ടകത്തിൽ, ഇവിടുത്തെ നാട്ടിൽ, ഇവിടുത്തെ കാരണവന്മാരുടെ ഒരു ആഭിമുഖ്യത്തിൽ നമുക്ക് നട്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള ക്ഷേത്ര സങ്കല്പത്തിൽ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കുക എന്നുള്ളത് ആത്യന്തികമായിട്ട് വേണ്ടത്. പിന്നീടുള്ളൂ ബാക്കിയൊക്കെ. പൈതൃകത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പാരമ്പര്യത്തെ, നമ്മുടെ പാരമ്പര്യമാണ് രാമായണം. ഭാഗവതം പോലും പിന്നീടാണ്. മലയാളികളുടെ പാരമ്പര്യം ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അത് എഴുതിയ മഹാത്മാവിനെ സ്മരിക്കുക, സാക്ഷാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഭാഷാപിതാവിനെ. നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും, അദ്ദേഹം ഈ രാമായണം ഗ്രന്ഥം എന്തിനെഴുതി, എങ്ങനെ എഴുതി എന്ന് മനസ്സിലാക്കിയാലേ ഈ രാമായണ മാസക്കാലത്ത് നമ്മൾ ഈ രാമായണത്തെ കയ്യിലെടുക്കുമ്പോൾ എത്ര ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി ഇതിനെ കൈകാര്യം ചെയ്യണം നമുക്ക് തോന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് സമയാസമയത്ത് 3 നേരം ഭക്ഷണം കഴിച്ച്, ഇത്തിരി സമയത്ത് ഇത്തിരി ഇളനീരൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ചായ കുടിച്ച്, കാപ്പി കുടിച്ച്, എണ്ണക്കടിയും കഴിച്ച് ഇങ്ങനെ കുറച്ചു നേരം എഴുതാം എന്ന് കരുതി എഴുതിയൊരു ഗ്രന്ഥമല്ല രാമായണം. അദ്ദേഹം ബന്ധനസ്ഥനായിരുന്നു. ചക്കിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത്, മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പുറത്തു പോകാൻ പറ്റാത്ത സമയത്ത്, ഈ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് അറിയാം, വേനൽക്കാലത്തും മഴക്കാലത്തും ഈ ലോഹത്തിനുണ്ടാവുന്ന ചുരുക്കലും കൂടലും ഉണ്ട്. ഇരുമ്പ് വാതിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അടയാതിരിക്കുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ കാലിലിട്ടിട്ടുള്ള ഈ ചങ്ങലയുടെ കണ്ണി കൊണ്ടുണ്ടായിട്ടുള്ള വ്രണം ചുരുങ്ങിയും കൂടിയും അത് പഴുത്ത് അതിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനെ കണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അത് വെറുതെ ഒരു തമാശക്ക് എഴുതിയൊരു ഗ്രന്ഥമല്ല. എന്തിന് അദ്ദേഹം എഴുതി, എന്തിന് അദ്ദേഹം ബന്ധിക്കപ്പെട്ടു, അതും പരിഗണിക്കണം. അദ്ദേഹത്തെ സാമൂതിരി ബന്ധിക്കുന്നത് പുരാണങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു എന്നുള്ള കുറ്റത്തിന്റെ പേരിൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സംസ്കൃതത്തിലുള്ള രാമായണത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പരുവത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളത് അക്കാലത്ത് വലിയ കുറ്റമായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്തത്. അതിനാണ് അദ്ദേഹത്തെ തടവിലിട്ടത്. തടവിലിട്ടപ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, അവിടെ ഇരുന്ന് എഴുതി അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇന്നത്തെ കാലത്തെ പുസ്തക എഴുത്തുകാരെ പോലെ കുറെ റോയൽറ്റി കിട്ടട്ടെ, അല്ലെങ്കിൽ കുറെ പ്രശസ്തി കിട്ടട്ടെ, കുറെ അവാർഡ് കിട്ടട്ടെ, ബുദ്ധിജീവിയാണെന്ന് ഞാൻ നാട്ടുകാർ കരുതട്ടെ, അതിനൊന്നും വേണ്ടിയിട്ടല്ല. എൻ്റെ കുട്ടിയോട് ഭാവിയിൽ എൻ്റെ ഭാഷയിൽ രാമായണം വായിക്കണം എന്നുള്ള ആ മഹാത്മാവിൻ്റെ വലിയ ചിന്തയിൽ നിന്നാണ് നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിട്ടിയത്. എത്ര വലിയൊരു വിഷനാണെന്ന് ആലോചിച്ച് നോക്കൂ. സംസ്കൃതം എന്ന് വിളിക്കപ്പെടുന്ന വേദഭാഷ എല്ലാവർക്കും പ്രാപ്യമല്ലാതിരുന്ന കാലത്ത്, ഈ ഗ്രന്ഥങ്ങളൊക്കെ ആ ഭാഷയിൽ മാത്രം ഉണ്ടായിരുന്ന കാലത്ത്, ഭാവിയിൽ എൻ്റെ കുട്ടികൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിലും എൻ്റെ കുട്ടികൾ രാമായണം വായിക്കട്ടെ എന്ന് കരുതി ആ മഹാത്മാവ് ബന്ധനസ്ഥനായിട്ട് എഴുതിയ ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എത്ര വലിയ ഉത്തരവാദിത്തമാണ് നമുക്കപ്പോൾ ആ ഗ്രന്ഥത്തോടുള്ളത്, ആചാര്യനോടുള്ളത്. എന്നിട്ട് ഇപ്പോഴും ആചാര്യൻ്റെ സ്മാരകങ്ങളെ എതിർക്കുന്ന വിഭാഗമായിട്ട് മലയാളി മാറി. അതൊരു പ്രതിമയാണോ സ്മാരകം എന്ന് ചോദിക്കാം, അത് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ്. ഒരു പ്രതിമ കൊണ്ടൊന്നും ഒരു സ്മാരകം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പ്രതീകത്തെ പോലും എതിർക്കുന്ന മലയാളികൾ എന്നുള്ളത് തന്നെ നമ്മുടെ ഭാഷാബോധത്തെ, നമ്മുടെ പൈതൃക സംസ്കാരത്തെ ബഹുമാനിക്കുന്ന രീതിയെ നമ്മൾ എവിടെ കൊണ്ടുപോയി കെട്ടുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. ഈ ഭാഷ നമുക്ക് സംഭാവന ചെയ്ത മഹാത്മാവിന്റെ സ്മാരകത്തെ എതിർക്കുന്ന തലമുറകളായിട്ട് ഇന്ന് നാട്ടുകാർ മാറി പല ആളുകളും. അദ്ദേഹമാണ് നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട് കയ്യിലേക്ക് എഴുതി വെച്ചു തന്നത്. ഇത് മരിക്കുന്ന ആരെങ്കിലും മേപ്പെട്ട് പോകുമ്പോൾ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല. ഇതൊരു കർക്കടക മാസത്തിൽ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല. ഇത് സദാസമയവും മലയാളികളുടെ കയ്യിൽ മുറുകെ പിടിക്കേണ്ട ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. തുഞ്ചത്ത് എഴുത്തച്ഛനെ ആൽവാഞ്ചേരി തമ്പ്രാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് അദ്ദേഹത്തെ നാട് കടത്തുന്നത്, ചിറ്റൂർക്ക്, പാലക്കാട്. ഇപ്പൊ നമ്മളെന്താ ചെയ്യുക? ഒരു കാര്യം, ആ കാര്യം തെറ്റോ ശരിയോ അത് വേറെ കാര്യം, അതിന് രാജാവ് ശിക്ഷിച്ച ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്ത് നാട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നാട് കടത്തി. ഇനിയുള്ള കാലം നന്നായി ജീവിക്കാമെന്ന് കരുതി ജീവിക്കുകയും ചെയ്യാം, അല്ല ഇവിടെ ഇരുന്നും ഞാൻ എഴുതുകയും ചെയ്യാമെന്ന് ചിന്തിക്കുകയും ചെയ്യാം. അദ്ദേഹം അതാ ചെയ്തത്. ചിറ്റൂർ തുഞ്ചൻ മഠത്തിലിരുന്ന് അദ്ദേഹം ചിന്തിച്ചു, രാമായണം എൻ്റെ കുട്ടികൾക്കുള്ളതായി, ഇനി ഭാഗവതം തുടങ്ങാമെന്ന് കരുതിയിട്ട് അദ്ദേഹം ഭാഗവതം കിളിപ്പാട്ട് എഴുതി തുടങ്ങിയതാണ് മലയാളത്തിൽ. ഭാഗവതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ എഴുതുന്നുണ്ട് എന്ന് സാമൂതിരി മനസ്സിലാക്കുകയും രാത്രിക്ക് രാത്രി ഗായത്രി പുഴ കടന്ന് സാമൂതിരിയുടെ പടയാളികൾ വരികയും
ഏതൊക്കെയോ മഹാത്മാക്കളുടെ ഇടപെടൽ കൊണ്ട് ആചാര്യനെ മഠത്തിൽ നിന്ന് മാറ്റുകയും പടയാളികൾ മഠത്തിന് തീയിക്കുകയും ചെയ്തു എന്നാണ് രേഖ. എഴുതിയ ഗ്രന്ഥം മുഴുവൻ കത്തിപ്പോയി. ഓല മുഴുവൻ കത്തി. പടയാളികൾ എഴുത്തച്ഛൻ മരിച്ചു എന്ന് കരുതി തിരിച്ചു പോയപ്പോഴാണ് മഹാത്മാക്കൾ വന്ന് നോക്കിയപ്പോൾ ഗ്രന്ഥം ഒന്നുമില്ല, ഒക്കെ കത്തി. അത്രയും എഴുതിയ ഗ്രന്ഥം പിന്നെയും ഓർമ്മയിൽ നിന്ന് റീകളക്ട് ചെയ്ത് അദ്ദേഹം വീണ്ടും എഴുതിയതാണ് ഇന്ന് പല ദിക്കിലും പാരായണം ചെയ്യപ്പെടുന്ന ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട്. അത് കംപ്ലീറ്റ് അല്ല, കാരണം മുഴുവനൊന്നും ഇല്ല, പലതും ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു അത് കംപ്ലീറ്റ് അല്ല. പക്ഷെ അദ്ദേഹം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒരു ഗ്രന്ഥം ഉണ്ടാവട്ടെ എന്നുള്ള വലിയ വിഷൻ. ആ വിഷനെ നമ്മൾ ഇന്ന് എത്രത്തോളം ഉത്തരവാദിത്തത്തോടു കൂടി സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രാമായണ മാസക്കാലത്ത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. നമുക്ക് രാമായണ മാസക്കാലത്ത് മാത്രമാണ് രാമായണത്തോട് കൂടുതൽ പ്രതിപത്തി ഉണ്ടാവുന്നത്. നാടൊട്ടുക്ക് എല്ലാ സമയത്തും സപ്താഹങ്ങൾ നടക്കാറുണ്ട്. ഭാഗവതത്തിന് കിട്ടിയ പ്രചാരത്തിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കഥകൾ എല്ലാവരും കേൾക്കുക എന്നുള്ളത് തന്നെ വേണ്ടത്. പക്ഷെ അതിന് തുല്യസ്ഥാനം രാമായണത്തിനുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നമ്മുടെ പൈതൃകം ഭാഗവതാണോ രാമായണമാണോ എന്ന് ചോദിച്ചാൽ രണ്ടും നമ്മുടെ പൈതൃകം തന്നെ. നമ്മൾ ഭാരതീയരാണ്. പക്ഷെ മലയാളി എന്നുള്ള സങ്കല്പം എടുത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമായണ പൈതൃകം, ഭാഗവതം പിന്നീട്. അപ്പൊ ഇത്രയും മഹത്തരമായിട്ടുള്ളൊരു ഗ്രന്ഥത്തെ ഏത് തരത്തിലാണ് നമ്മൾ സമീപിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഓരോ രാമായണ മാസക്കാലത്തും ഉണ്ടാവേണ്ടത്. അല്ലാതെ പൊതുവിൽ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകുന്നേരം ഒരു ഭഗവത് സേവ, കുറച്ച് ഔഷധക്കഞ്ഞി, ഇടയിൽ ഇത്തിരി രാമായണം, കുറച്ച് കരിപ്രസാദം തൊടാം, ഇത്തിരി അഷ്ടദ്രവ്യവും കഴിക്കാം ഈ കാലത്ത് എന്നുള്ള ഭാവത്തിലാണ് രാമായണ മാസം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ മഹാത്മാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അതിനു വേണ്ടിയിട്ടല്ല ഇത്.